It's a brand new day, books and dreams are on the way. Laughter echoes through the halls, Rosa Mystica stands tall. We are the light, we shine so bright. Together we rise, hearts full of light. Hand in hand, we'll learn and grow. In Rosa Mystica, let the love flow. Teachers guide with patient care, friends and memories everywhere. Every classroom, every smile makes coming back so worthwhile. We are the light, we shine so bright. Together we rise, hearts full of light. Hand in hand, we'll learn and grow. In Rosa Mystica, let the love flow. New hopes ring every bell. In our hearts the stories dwell. From the youngest to the wise, our school's a home where spirits rise. We are the light, we shine so bright. Together we rise, hearts full of light. Hand in hand, we'll learn and grow. In Rosa Mystica, let the love flow. Forevermore, let the love flow. Hello friends, it's time to cheer. A brand new school year's finally here. With smiling faces, books in hand, together again, oh isn't it grand? Back to school, hooray, hooray. We learn, we laugh, we read, we play. Teachers guide us every day. We grow in every way. New bags packed and shoes so bright, pencils sharp and hearts so light. We meet new friends, we say hello, and off to class we gladly go. Back to school, hooray, hooray. We learn, we laugh, we read, we play. Teachers guide us every day. We grow in every way. New bags packed and shoes so bright, pencils sharp and hearts so light. We meet new friends, we say hello, and off to class we gladly go. Back to school, hooray, hooray, hooray. We learn, we laugh, we read, we play, we play. Teachers guide us every day. We grow in every way. Let's dream big and do our best, with kindness, fun and little rest. Every day's a chance to shine, together in a happy line. Hands. Back to school. വായന നൽകും വാക്കിൻ ശക്തി വാചാലത കൊണ്ടറിയുക നാം. വായിച്ചറിവോ നേടുക, പിന്നെ വായിച്ചറിവു പകർന്നിടുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മൾ വായിക്കുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക കൂടി വേണം. പാഠപുസ്തകം മാത്രം പഠിച്ച് A+ നേടുക മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം. നല്ല ജീവിതം എങ്ങനെ നന്നായി ജീവിക്കണമെന്നും മോശം സാഹചര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നും കൂടി നാം അറിയേണ്ടതുണ്ട്. അതിന് നന്നായി വായിക്കുക, നല്ല അനുഭവ സമ്പത്ത് നേടുക, നല്ലൊരു
വായനശാല നമ്മുടെ സ്കൂളിലുണ്ട്. നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക. ആദ്യമായി നമ്മുടെ മാതാപിതാക്കളുടെ അനുസരണയുള്ള മക്കളായി മാറണം. എങ്കിൽ മാത്രമേ അറിവ് പൂർണ്ണമായും കൈവരിക്കാൻ കഴിയൂ. മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണ്. മാതാവിനെയും പിതാവിനെയും കഴിഞ്ഞിട്ടാണ് ഗുരുവും ദൈവവും വരുന്നത്. അതുകൊണ്ട് അവരെ നമ്മളെന്നും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അമ്മയാണ് എന്റെ സർവം, എന്നും അച്ഛനെ പൂജിപ്പതെന്റെ ധർമ്മം. കേട്ടു പറയാമോ? കുഞ്ഞുമക്കൾ എന്നോട് പറയാമോ? അവര് പറയോ? അമ്മയാണ് എന്റെ സർവം. പറയൂ. അമ്മയാണ് എന്റെ സർവം. അമ്മയാണ് എന്റെ സർവം, എന്നും അച്ഛനെ പൂജിപ്പതെന്റെ ധർമ്മം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മക്കളുടെ കേൾവിക്കാരായി മാറണം. കാരണം കേൾവിക്കാരുടെ അളവ് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണിത്. എല്ലാവരും മൊബൈലിന്റെയും സീരിയലിന്റെയും പിന്നാലെ പോകാതെ സ്കൂൾ വിട്ട കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും അവരുടെ ഉത്കണ്ഠകളും ആശ്ചര്യങ്ങളും ഒക്കെ വളരെ ക്ഷമയോടെ കേട്ട് മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കുന്നവരാവണം. അവരുടെ നല്ല കൂട്ടുകാരാവണം നിങ്ങൾ. എങ്കിൽ മാത്രമേ ഭാവിയിൽ അവരെ നിങ്ങളെ അനുസരിക്കുന്ന നല്ല ഗുണമുള്ള നന്മയുള്ള മക്കളായി മാറുകയുള്ളൂ. അറിവിന്റെ വിശാലലോകം കൈപ്പിടി ഒതുക്കാൻ ഈ വിദ്യാലയത്തിലേക്ക് കാലെടുത്ത് വെച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും നന്നായി പഠിക്കാൻ നല്ല ഗുണങ്ങളുള്ള അറിവുള്ളവരായി മാറാനും കഴിയണം. ഒരിക്കൽ ഒരു ഗുരുനാഥന്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഗുരു, വിദ്യാഭ്യാസത്തിന്റെ നിർവചനം എന്താണ്? ഗുരു തന്റെ കയ്യിലിരുന്ന പുസ്തകം ശിഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പുസ്തകം എന്റെ മുറിയിൽ കൊണ്ട് വെച്ചിട്ട് വരാം. ശിഷ്യൻ പുസ്തകവുമായി മുറിയിലേക്ക് പോയി. തിരികെ അതിവേഗത്തിൽ വന്നിട്ട് പറഞ്ഞു, ആ മുറി നിറയെ ഇരുട്ടാണ്, മാത്രമല്ല ആ മുറിക്കകത്ത് ഒരു പാമ്പുമുണ്ട്. ഗുരു പറഞ്ഞു, അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇല്ല, പാമ്പ് തന്നെ. ഗുരു ഒരു മന്ത്രം ചൊല്ലി കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ മന്ത്രം ചൊല്ലി മുറിയിലേക്ക് പോകും. ശിഷ്യൻ ആ മന്ത്രം ഉറക്കെ ചൊല്ലി മുറിയിലേക്ക് ചേർന്നു. പക്ഷേ അവൻ വീണ്ടും തിരികെ വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഗുരു, പാമ്പ് പോയില്ല. ഗുരു ഒരു തിരി കത്തിച്ച് വിളക്ക് കത്തിച്ച് ശിഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ വെളിച്ചം കാണുമ്പോ പാമ്പ് രക്ഷപ്പെടും. അവൻ വീണ്ടും മുറിയിലേക്ക് പുസ്തകം വയ്ക്കാനായി പോയി. വളരെ വേഗം ഏറെ ആത്മവിശ്വാസത്തോടെ മടങ്ങി വന്ന് ഗുരുവിനോട് പറഞ്ഞു, അല്ലയോ ഗുരു, അത് പാമ്പായിരുന്നില്ല, ഒരു കയറായിരുന്നു, എനിക്ക് തോന്നിയതാണ്. ഗുരു പറഞ്ഞു, മിഥ്യയെ ഇല്ലാതാക്കുന്നതാണ് വിദ്യാഭ്യാസം. എന്താണ്? മിഥ്യയെ ഇല്ലാതാക്കുന്നതാണ് വിദ്യാഭ്യാസം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ അറിവിന്റെ പ്രകാശം പരത്തുന്നവരായി തീരണം. കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ഇരുട്ടിനെ ഭയമായിരുന്നു. ഇരുട്ട് അജ്ഞാനമാണ്. അറിവ് നേടുമ്പോൾ നമുക്ക് ഭയം അകന്നു പോകും. നമുക്ക് പരീക്ഷയെ പേടിക്കേണ്ട, അധ്യാപകരുടെ ചോദ്യത്തിനെ പേടിക്കേണ്ട, പരീക്ഷണങ്ങളെ പേടിക്കേണ്ട. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അറിവുള്ളവരായിട്ട് മാറണം. തിരിച്ചെന്തവരാണ്? ഹലോ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണോ? ആണോ അല്ലയോ? ഓക്കെ. കഥ കുട്ടികൾക്ക് വേണ്ടിയുള്ളത്, വലിയവർക്ക് വേണ്ടിയുള്ളത്, വലിയവർക്ക് വേണ്ടിയുള്ളത്. ഒരിടത്ത് ഒരു മരമെട്ടുകാരനുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ ഈ കഥ? മരമെട്ടുകാരൻ ദേവതയുടെ കഥ. ഒരിടത്ത് ഒരു മരമെട്ടുകാരനുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇയാൾ മരം വെട്ടാൻ പോകുമായിരുന്നു. ആ മരം വെട്ടി വീട്ടിൽ കൊണ്ടുപോലായിരുന്നു. ഒരു ദിവസം മരം വെട്ടാൻ പോയപ്പോൾ ഇയാൾ ഒരു കടുവ പിടിച്ചു. കടുവ പിടിക്കാൻ ഓടി. അപ്പൊ കടുവ പിടിക്കാൻ ഓടുമ്പോ എങ്ങനെ ഓടും? ഹലോ കടുവ കുണിയെന്ന് പറയുമോ? ആണാ? കടുവ കടിക്കാൻ വരുമ്പോ എന്ത് ചെയ്യും? കടുവ നിങ്ങളെ കടിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കഴിച്ചാൽ ഓടും, അല്ലെ?
ഓടി 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 അവസാനം കടുവ തൊട്ട് പിന്നാലെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഓടൽ നിർത്തിക്കൊണ്ട് പുള്ളി എന്ത് ചെയ്തു? ഒരു മരത്തിലോട്ട് വലിഞ്ഞു കയറി. ഓക്കെ, അപ്പൊ കടുവ കുറെ സമയം അവിടെ ഇരുന്നു. പിന്നെ അദ്ദേഹം മരത്തിൽ തന്നെ ഇരിക്കുന്നതിന്റെ കടുവ എന്ത് ചെയ്തു? തിരികെ പോയി. പക്ഷെ സത്യാവസ്ഥ എന്തായിരുന്നു? ഇത്രയും നാളും ഇയാൾ മരം വെട്ടുകാരനായിരുന്നു. അതുകൊണ്ട് ഇയാൾ ഇത്രയും നാളും കരുതുന്ന മരം മുറിക്കാൻ അറിയാൻ പാടുള്ളൂ, പക്ഷെ മരം കയറാൻ അറിയാൻ പാടുള്ളൂ കരുതിയിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു കടുവയെ കണ്ടപ്പോൾ ഇയാൾ എന്ത് ചെയ്തേക്കണ? മരത്തിന്റെ മേലോട്ട് കയറി. അപ്പൊ ഒരു കാര്യം മനസ്സിലായത്, മരം വെട്ടാൻ മാത്രമല്ല, പിന്നെ എന്തും കൂടെ അറിയാം, മരം കയറാനും അറിയാം. പക്ഷെ കടുവ പോയി കഴിഞ്ഞപ്പോ പിന്നെ എന്ത് ചെയ്യണം? മരത്തിന് താഴോട്ട് ഇറങ്ങണം. പക്ഷെ മരത്തിന് താഴോട്ട് ഇറങ്ങാൻ അറിയോ? ഇല്ല, കാരണം അത് ഇതുവരെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത? ആ മരത്തിന്റെ മേലിൽ നിന്നും ഉറക്കെ നിലവിളിച്ചു, ആരെങ്കിലും വരണേ എന്നെ രക്ഷിക്കാനായിട്ട്. ഒരു ദിവസം കഴിഞ്ഞു, ആരും വന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? അവിടെ പട്ടിണിയിൽ കൊണ്ടായിരുന്നു. കാരണം എന്താ? വയറുവിശന്നിട്ട് മരത്തിന് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, മരത്തിന് മുകളിൽ കയറിയിട്ട് വിശന്നിട്ട് മരത്തിന് താഴോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് ഉറക്കത്തിൽ വിളിച്ചു, വിശക്കുന്നുണ്ട്, കരയുന്നുണ്ട്, പക്ഷെ മരത്തിന് താഴോട്ട് ഇറങ്ങില്ല. പെട്ടെന്നാണ് തലയ്ക്ക് മേലിൽ എന്ത് കണ്ടത്? ഒരു പാമ്പ്. അപ്പൊ എന്ത് സംഭവിച്ചേ? തലയ്ക്ക് മേലിൽ പാമ്പിനെ കണ്ട് എന്ത് സംഭവിക്കും? ഹലോ പാമ്പ്, ഗുഡ് മോർണിംഗ് എന്ന് പറയോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ഹലോ, തലയ്ക്ക് മേലിൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? താഴോട്ട് ഇറങ്ങും. അയാൾ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി. അപ്പൊ എന്ത് കാര്യം മനസ്സിലായി? അദ്ദേഹത്തിന് മരം കയറാനും അറിയാമായിരുന്നു, മരത്തിന് താഴോട്ട് ഇറങ്ങാനും അറിയാമായിരുന്നു. പക്ഷെ സ്വയം കരുതിയിരുന്നത് എന്തുവാ? പാടുമെന്നുള്ളതാ. ഓക്കെ, ഈ സ്കൂളിലോട്ട് വരുമ്പോഴും നമ്മൾ വിചാരിക്കും respected dignitaries of the dais, dear teachers, staff members, dear parents, and dear students. Did you enjoy your holidays? Did you enjoy your holidays? Are you happy that you are back to the school? I don't hear any sounds from the students who are sitting next to Sindhu teacher and Divya teacher. I don't hear any sound from those back. Are you happy that you are back to school? High school students, I am asking to you, are you happy that you are back to school? From the beginning, when Father was asking questions, only the students who are from friend row to aunt teacher were saying yes and no. Beyond that, no response. Dear students who are in the high school, have you enjoyed your holidays? Do you want me to call out your names and ask questions? Yes. We return to the space filled with purpose, potential, and a passion to learn and contribute. A school is far more than a building of bricks. It is a vibrant place where minds are shaped, dreams are nurtured, and values are instilled. It is in these classrooms and corridors and courtyard that you understand who you are and who you want to become. Dear teachers, with your dedication and guidance, continue to inspire generations, lighting the path of wisdom and character. Dear students, welcome back. You are the heart of this institution. Each one of you are unique, carry a unique spark, voice that matters, a future filled with infinite possibilities. As you step into this new academic year, may you do so with courage in your heart, curiosity in your mind, and compassion in your actions. Learn not just for grades, but for life. Challenge yourself, support one another, and always strive to be your best selves. To teachers and staff, thank you for your unwavering commitment and resilience and care.
Your role in shaping the future is beyond measure, and your impact goes beyond the classroom walls. This school stands tall because of your contribution. To the parents and guardians, we deeply value your partnership. Your trust, encouragement, and involvement are crucial in creating a strong foundation for your children. Thank you for being here for your children in spite of all your busy schedules. Let us continue to work hand in hand to ensure the holistic development of our children. Let this year be a celebration of learning, collaboration, and creativity and values. Let us face all the challenges together. Once again, my heartfelt congratulations and hearty welcome to each and every one of the students who are present here. Thank you. We have arranged small gifts for our new students. Now it's time to distribute those gifts to the students. I kindly request Reverend Father Pradeep Xavier to distribute those gifts. Teachers, please arrange the new students. സ്ഥാപനത്തിന്റെ പേരിൽ നമ്മുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രിൻസിപ്പൽ